എടുക്കുന്ന അന്നത അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്ക് സമാധാനത്തിൽ പോകേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ. സമാധാനപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തരവാദികൾ ബന്ധപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെ പ്രവർത്തനം പഠിച്ചിട്ടുള്ളൂ, ചെയ്യാൻ പോയത് ശീലിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങളിത് മാറ്റി മറിച്ച് ഇങ്ങനെയല്ല, അങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ ആ വഴിയിലേക്ക് പോകാനും ഞങ്ങൾക്കൊട്ടും മടിയില്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട CPM-ന്റെ ഇടതുപക്ഷക്കാരെ സ്നേഹപുരസ്സരം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധി വരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. ഔപചാരികമായി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. എന്റെ ഒരു അസാന്നിധ്യം കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാതെ ഇരുന്നു പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് പ്രിയപ്പെട്ട DCC പ്രസിഡന്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിത് വരില്ലായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ, ആശംസകൾ. നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി AICC മെമ്പർ ഏറെ പ്രിയങ്കരനായ ശ്രീ BA നാരായണൻ അവരോട്. ഏറെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തിയുമായ പ്രിയപ്പെട്ട ശ്രീ മാർട്ടിൻ ജോർജ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ APCC പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ K. സുധാകരൻ ഉൾപ്പെടെ അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമേറിയ പ്രസംഗത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. അബ്ദുൾ റഷീദിനെ പോലെ, രാജീവൻ അളയാപുരനെ പോലെ, പ്രഗത്ഭരായ റജീൻ മാപ്പുജിയെ പോലെ, മാറോളിയെ പോലെ ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിൽ പ്രസംഗിക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ പ്രസംഗിക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല, അത്രയും മനസ്സ് സംഘർഷനിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് കാലത്ത് 5:50 പ്രിയപ്പെട്ട ശ്രീ ബാലകൃഷ്ണന്റെ ടെലിഫോൺ കോൾ വരുമ്പോൾ തന്നെ എനിക്കറിയാം അസ്വാഭാവികമായ എന്തോ സംഭവിച്ചു. കരഞ്ഞുകൊണ്ട് ശ്രീ ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ 5:50 വിളിച്ചുകൊണ്ട് കോൺഗ്രസ് ഓഫീസ് തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കിട്ടിയ ഒരു ഓട്ടോറിക്ഷയിൽ കയറി 6:15 ഇവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച വളരെയേറെ ദുഃഖിതപരമായ കാഴ്ചയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 2 വർഷക്കാലത്തെ അധ്വാനം ശ്രീ ബാലകൃഷ്ണനും ശ്രീ KT ശ്രീലേഷും ശ്രീ ശൈലേഷും പ്രിയപ്പെട്ട ശ്രീ സഹദേവൻ ഉൾപ്പെടെ ഈ വാർഡിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ 2 വർഷക്കാലമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ കോൺഗ്രസ് ഓഫീസ് നിർമ്മിച്ചതാണ്. നമുക്കറിയാം 1986 തുടങ്ങിവെച്ച കോൺഗ്രസ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചത്. ഈ ഓഫീസിന്റെ പ്രവർത്തനമായി കടന്നുപോകുമ്പോൾ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തുകളിൽ പരാതിയുടെ പ്രവാഹമായിരുന്നു. ആരാണ് പരാതി കൊടുത്തത് എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പഞ്ചായത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഈ ഓഫീസിനെ കുറിച്ച് പരാതി ആര് നൽകിയെന്ന് ആ രേഖകളിൽ നിന്ന് വ്യക്തമാക്കാം. ഏറ്റവും അവസാനം ഈ ഉദ്ഘാടനത്തിന് KPCC പ്രസിഡന്റ് ഡേറ്റ് കുറിച്ച് ഇതിന്റെ നോട്ടീസ് അടിച്ചപ്പോൾ ഈ ഷീറ്റിട്ട തൂണ് 12 സെന്റിമീറ്റർ മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. ഇത് പൊളിപ്പിക്കാൻ ആരാണ് ഇത് പിന്നിൽ എല്ലാവർക്കും അറിയാം. അത്രമാത്രം അസഹിഷ്ണുതയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിണറായി പഞ്ചായത്തിലെ 21ാമത്തെ കോൺഗ്രസ് ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഓഫീസ്, എനിക്കറിയാം ഇതിന് തൊട്ടടുത്ത് ഈ വാർഡിൽ തന്നെയുള്ള വെണ്ടിട്ടായി കോൺഗ്രസ് ഓഫീസ് 4 തവണ തച്ച് തകർത്തു. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പോറലും ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. CPM-ന്റെ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കേരളത്തിലെ CPM ഉപ്പ് വച്ച ചാക്ക് പോലെ ഇന്ന് BJPയെ വളർത്തിക്കൊണ്ടുവരുന്ന BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റുമാരായി ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം കണ്ട നരേന്ദ്രമോദിയും RSSും ഇന്ത്യ രാജ്യത്തിന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണ് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ തകർക്കാൻ, രാമങ്ങനെ കോൺഗ്രസിനെ തകർക്കാൻ ഈ കേരളത്തിൽ മാത്രമുള്ള പാർട്ടി ശ്രമിക്കുന്നത്.
പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയിരുന്നില്ലെങ്കിൽ മധ്യപ്രദേശിലെ സീറ്റ് നിങ്ങൾ തോൽക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു പ്രാദേശിക പാർട്ടിയായി നിങ്ങൾ മാറുമായിരുന്നു. അതിനിടവരുത്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയുള്ളവർ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, അസഹിഷ്ണുത മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ബംഗാളിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടിയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ കോൺഗ്രസിന്റെ ഓഫീസിനും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ജയ് ഹിന്ദ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സജീവ് മാറോള്ളി, ഇവിടെ VP അബ്ദുൾ റഷീദ്, അതുപോലെ തന്നെ റജൽ മാർക്കറ്റി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിവിടെ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ സംസാരിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. ശ്രീ KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി സജീവ് മാറോള്ളി. ഈ ഓഫീസിന് വന്നിരിക്കുന്ന എല്ലാ കേടുപാട് പ്രവർത്തനങ്ങളും പൂർണ്ണമായും പരിഹരിച്ച് അത് പുതുക്കി പണിയാം എന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തതായി നേതാക്കന്മാരെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. KPCC ഏറ്റെടുക്കുന്നു, എല്ലാം ഭംഗിയായി അത് നിർവഹിക്കുന്നതാണ്. ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവ്, നമ്മുടെ കൂടി പാർലമെന്റ് അംഗമായ ശ്രീ K. സുധാകരൻ MP അവർകളെ, ജില്ലയിലെ കോൺഗ്രസ് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന DCCയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യനായ AICC അംഗം, ഈ നാട്ടുകാരൻ കൂടിയായ ശ്രീ VA നാരായണൻ, ശ്രീ മമ്പറം ദിവാകരൻ, ശ്രീ KPCC മെമ്പർ അഡ്വക്കേറ്റ് റഷീദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ നേതാക്കന്മാർ സ്വാഗത പ്രസംഗം മുതൽ അധ്യക്ഷൻ വരെ ഉദ്ഘാടന പ്രസംഗത്തിലുമെല്ലാം ഇന്നിവിടെ ഈ അഭൂതപൂർവമായ ജനക്കൂട്ടം വന്നു ചേരാനിടയായ കാരണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ നാട്ടിലെ ഈ ആഫീസ് തകർത്ത പമ്പര വിഡ്ഢികളായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ എത്ര കഠിനമായി ശ്രമിച്ചാലും ഉദ്ഘാടനത്തിന് ഒരു 50-ഓ 100-ഓ ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ മണ്ടത്തരം കൊണ്ട് ഇവിടെ ഇന്ന് 500-ഉം 400-ഉം 300-ഉം ആളുകൾ എത്തിച്ചേർന്നു എന്നതിൽ നിങ്ങളോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ സത്യത്തിൽ വലിയ മണ്ടത്തരമാണ്. ഇവിടുത്തെ നേതാക്കന്മാർ അറിയാതെയാണ് ഇതൊക്കെ നടന്നത് എന്ന് വിശ്വസിക്കാൻ മാത്രം മൗഢ്യമല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇവിടെ വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ നിങ്ങൾ തെമ്മാടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇന്ന് അരിവാൾ ചുറ്റികയൊക്കെ വരച്ച് മാന്യമായി നെഞ്ചുന്തി നടത്തുന്നതില്ലേ? എന്റെ കാരണം കേരളത്തിലെ ഒരു MP രാധാകൃഷ്ണന്റെ മുടുക്കുകൊണ്ടാണോ ദേശീയ പാർട്ടിയായി, ചിഹ്നമുള്ള പാർട്ടിയായി, അംഗീകാരമുള്ള ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്? മരമണ്ടന്മാർ, നിങ്ങൾ പത്രങ്ങൾ വായിക്കണം. തമിഴ്നാട്ടിലെ 2 സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ബാഗ് നെഞ്ചിൽ കുത്തി വോട്ട് പിടിച്ച് കോൺഗ്രസിന്റെ പതാക കൂട്ടിപ്പിടിച്ച് നടന്ന് കോൺഗ്രസുകാർ ആത്മാർത്ഥമായി മുന്നണി വികാരത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മരമണ്ടന്മാരെ നിങ്ങൾ ഇന്ന് അരിവാൾ ചുറ്റികയും പൊക്കി നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നമുക്ക് ആശയപരമായ വൈരുദ്ധ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ലോകത്ത് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ്. വർഗീയ പ്രസ്ഥാനമായ BJPയിലേക്കും RSSലേക്കും
ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി CPM അടപ്പതിച്ചിരിക്കുന്നു. ആലപ്പുഴ പോലെ വിപ്ലവത്തിന്റെ പാട്ടുപാടുന്ന കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ ആലപ്പുഴയിലെ CPMന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം എങ്ങോട്ടാണോ പോയത്? ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോയത് നേരെ BJPയിലേക്കാ. ഞങ്ങളോ BJPയിലുള്ള ആളുകളെ മതേതര പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സന്ദീപ് വാര്യരെ പോലുള്ള BJPയിലെ ആളുകളെ മതേതര കുപ്പായമണിയിച്ച് ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ കാണണം. തിരുവനന്തപുരം തലസ്ഥാനമാ. ഇന്നലെ വരെ രാജാവായി നടന്ന ഏരിയ സെക്രട്ടറി ആ പുങ്കുവൻ എങ്ങോട്ടാ പോയത്? BJPയിലേക്കാ പോയത്. അദ്ദേഹവും ഏരിയ കമ്മിറ്റി അംഗമായ ഭാര്യയും DYFIയുടെ നേതാവായ മകനും CPMൽ നിന്ന് രാജിവെച്ചു പോയത് കോൺഗ്രസിലേക്കല്ല, BJP എന്ന വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ്. ഈ രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും അഖണ്ഡതയും തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയായി CPM അധപ്പതിച്ചിരിക്കുന്നു. ഇന്നലെ കായംകുളത്ത് 5 ചെറുപ്പക്കാരാ DYFI വിട്ട് RSSലും BJPയിലും പോയത്. കേരളത്തിൽ ആകമാനം ഇതുപോലുള്ള പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ നാളെ വർഗീയവാദിയായി മാറുന്നു. നമുക്കറിയാം, അല്ലെങ്കിലും ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളുകൾക്കറിയാം, ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. അവർക്ക് കമ്മ്യൂണിസമില്ല, അവർക്ക് ജനാധിപത്യമില്ല, അവർക്കൊരു മണ്ണാങ്കട്ടയുമില്ല. അവർക്കുള്ളത് വർഗീയതയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്കനുകൂലമായും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ച് 4 വോട്ടിന് വേണ്ടി ആദർശം പണയം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളായി കയ്യൂക്കിന്റെ ബലത്തിൽ, പണത്തിന്റെ ബലത്തിൽ, അധികാരത്തിന്റെ ബലത്തിൽ ആളുകളെ പേടിപ്പിച്ച് എല്ലാ കാലവും ഇവിടെ ഇതുപോലെ നടത്താമെന്ന ധാരണ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് ഉണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ. നിങ്ങൾ ഭീരുക്കളാ, ഞങ്ങൾക്കറിയാം. 10 ആള് തിരിഞ്ഞു നിന്നാ ഓടുന്നവരാ. എല്ലായിടും പട്ടാപ്പകൽ ഈ സ്ഥാപനങ്ങളില്ലേ? നിങ്ങൾ CPMന്റെ ആളുകൾക്ക് വന്നിത് തകർത്തുകൂടെ? രാത്രിയുടെ മറവിൽ കള്ളന്മാരെ പോലെ വന്ന് ഈ സ്ഥാപനം തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോ, വർഷങ്ങളുടെ അധ്വാനമാണ്. ഇവിടെ ഞങ്ങൾക്ക് 10,000 പ്രവർത്തകന്മാരൊന്നുമില്ല. ബാലകൃഷ്ണനും സഹപ്രവർത്തകരും വർഷങ്ങളായി പഠിച്ചുകൊണ്ട് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകൾ ഈ പ്രദേശത്ത് അവശേഷിക്കുന്നുവെങ്കിൽ ഈ ക്രിമിനലുകളെ നേരായ വഴിക്ക് നയിക്കാൻ, അവർക്ക് സൽബുദ്ധി ഉപദേശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഫീസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്. ഈ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ മമ്പർ ദിവാകരൻ എന്റെ വാക്ക് ആശംസ അർപ്പിക്കും. ഇവിടെ മറ്റു നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒന്നിച്ച് തന്നെ പരിപാടി പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ആരും പോകരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക. ബഹുമാന്യനായ അധ്യക്ഷൻ, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാമായ DCC പ്രസിഡന്റായിട്ടുള്ള ശ്രീ മാർട്ടിൻ ജോർജ്, വേദിയിലുള്ള മറ്റ് പ്രിയങ്കരായ നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാനൊരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. നിരവധിയായ നേതാക്കന്മാര് ഇവിടെ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ്. ഇവിടെ ശ്രീ പിണറായി വിജയന്റെ നാട്ടിൽ മൂക്കിന് മുമ്പിൽ ഒരു കോൺഗ്രസ് ഓഫീസ് രാത്രിയുടെ ആ ഒരു അന്ത്യ സമയത്ത്
ഒരുപറ്റം വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്ത് സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ ഈ ഓഫീസ് തല്ലി തകർത്തിരിക്കുകയാണ്. ഞങ്ങളിന്ന് രാവിലെ 7 മണിക്ക് ഞാനിവിടെ എത്തി. ദയനീയമായ രംഗമായിരുന്നു. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നെഞ്ചിൽ തീയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായി പറയുന്നില്ല. ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ ഈ മണ്ഡലത്തിൽ, പിണറായി മണ്ഡലത്തിൽ 21 കോൺഗ്രസ് ഓഫീസുകളുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു മണ്ഡലത്തിലും ഇത്രയധികം ഓഫീസുകളില്ല കോൺഗ്രസിന്. ആ 21 കോൺഗ്രസ് ഓഫീസിൽ ഇത് 21ാമത്തേതാണ്. ഇനിയും 2 വരാൻ പോകുന്നുണ്ട്. പിണറായി വിജയ, ഞങ്ങളുടെ കോൺഗ്രസ് ഓഫീസ് തകർത്താൽ നമ്മൾ ഈ പ്രസ്ഥാനം പിണറായിയിൽ ഒലിച്ചു പോകും എന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ എത്രയോ രക്തസാക്ഷികളുണ്ടായ മണ്ണാണിത്. കഴിഞ്ഞ ഡിസംബർ 6-നാണ് പിണറായിയിലെ ആയത്താൻ കുഞ്ഞിക്കണ്ണൻ എന്ന രക്തസാക്ഷി ആ ദിനം നമ്മൾ കൊണ്ടാടിയത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഈ നിയോജക മണ്ഡലത്തിൽ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട്. 10 കോൺഗ്രസ് പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ തല്ലുകൊണ്ട് വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. ഒരു CPM പ്രവർത്തകനും അതിനിടയിൽ മരിച്ചിട്ടുണ്ട്, നിരപരാധിയായ ശ്രീ കോൺഗ്രസ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, എന്താണ് നമ്മൾ നേടിയത്? 10 കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒരു CPM പ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു വിമുക്ത ഭടൻ, കീഴത്തൂരിലെ ഭാസ്കരൻ അതിക്രൂരമായി 40 കൊല്ലം കടന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. എന്നിട്ട് നമ്മൾ എന്താണ് നേടിയത്? കഴിഞ്ഞ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ ഇവിടെ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പിണറായി വിജയൻ 50,000 വോട്ടിന് വിജയിച്ച ഈ മണ്ഡലത്തിൽ കേവലം 2,000 വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടത്. ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? എവിടെയാണ് ഈ വോട്ടുകളെല്ലാം പോയത്? കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ മതേതര പാർട്ടി, അതിലാണ് ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും BJPയെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ വെറുക്കുകയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് ചെയ്യുന്നത്? സമാധാനം ലംഘിക്കുകയാണ്. ഇവിടെ രാത്രിയുടെ മറവിൽ ഈ കെട്ടിടം തകർത്ത് തൊട്ടടുത്ത കെട്ടിടത്തിൽ അവിടെ നിങ്ങളുടെ രാഷ്ട്രപിതാവായ ചെഗുവേരയുടെ ഫോട്ടോ വരച്ച് അതിനടിയിൽ നിങ്ങൾ പിണറായി സഖാക്കൾ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ആരാണോ ഈ ചെഗുവേര? ഇവിടെ എല്ലാം നിങ്ങൾ കൊടിതോരണങ്ങളിൽ മുകളിലും ഈ ചെഗുവേരയുടെ ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. ആരാണ് ഈ ചെഗുവേര? ഇന്ത്യക്കാരനാണോ? കേരളക്കാരനാണോ? പിണറായിക്കാരനാണോ? നിങ്ങൾ മറുപടി പറയണം. ചെഗുവേരയുടെ ഫോട്ടോ നിങ്ങൾ വരച്ചു വെച്ച് ഇവിടെ തൊട്ടടുത്ത്. നിങ്ങൾ ഏത് വഴിയിലേക്കാണ് ഈ യുവജനതയെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ടോ? നിങ്ങൾക്ക് മതേതരത്വ ബോധമുണ്ടോ? എവിടെയാണ് ഇന്ത്യൻ ജനതയെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? എത്ര കാലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ട്? പിണറായിയിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് എന്ന് പറയുന്നത്. നിങ്ങളുടെ വളർച്ച എങ്ങോട്ടാണ്?
മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത്? ഞാനൊന്നും പറയുന്നില്ല. ജനങ്ങൾ വിലയിരുത്തും. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ സമാധാനമുണ്ടാവണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇനി അക്രമത്തിനില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നില്ല. ഞങ്ങൾ ഗാന്ധിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾ ജനാധിപത്യപരമായി നിങ്ങളോട് പ്രതികരിക്കും. ജനാധിപത്യപരമായി നമ്മൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. ഞങ്ങൾ ജാഥകൾ സംഘടിപ്പിക്കും. ഞങ്ങൾ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തും. ജനങ്ങളെ ബോധവൽക്കരിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യത്തെ ജനങ്ങളെ സമാധാനപരമായി ഒറ്റക്കെട്ടായി ഏക സഹോദരന്മാരായി ഈ രാജ്യത്ത് കൊണ്ടുപോകണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഭിന്നിപ്പിക്കാനില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നിയമം ലംഘിക്കാനില്ല. ഞങ്ങൾ ആരെയും രാഷ്ട്രീയ പ്രതിയോഗികളെ അടിക്കാനില്ല. ആരുടെയും ഓഫീസുകൾ ആക്രമിക്കാനില്ല. ഞങ്ങൾ സമാധാനത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തിക്കൊണ്ട് യഥാർത്ഥമായി ഈ ജനങ്ങൾക്ക് ഞങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു കൊടുക്കും. എന്താണിപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇന്നിവിടെ 5ാമത്തെ തവണയും ജനങ്ങളുടെ മുകളിൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഇവിടെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ തൊട്ടതിനും തൊടുന്നതിനുമെല്ലാം നികുതിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ ഈ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇവിടെ നിലവിളിച്ചുകൊണ്ട് ധൈര്യമായി വിലാപം നടത്തുമ്പോൾ, ഇവിടെ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ചതുപോലെ പിണറായി വിജയൻ എന്ന തൊഴിലാളി നേതാവ് ഈ രാജ്യത്ത് തൊഴിലാളികളെ ഇങ്ങനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയാണ് നിങ്ങൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെ എന്തെല്ലാം പഞ്ചായത്തുകളിൽ എന്തെല്ലാം നികുതികൾ. ഞാൻ അതൊന്നും സവിസ്തരം ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റഷീദ് എനിക്ക് മുമ്പാകെ ഒരു വലിയ കൊടുങ്കാറ്റായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ സവിസ്തരം രാഷ്ട്രീയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നില്ല. ഞങ്ങൾ 21ാമത്തെ ഓഫീസ് ഇവിടെ ഇന്ന് ശ്രീ കെ സുധാകരൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് 500 അല്ല 1000 ആളുകളെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പിണറായി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടോളൂ. ജനുവരി 5-ന് ഞങ്ങൾ 1000കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഞങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങൾ പിണറായിയിലെ 1ാം നമ്പർ പാർട്ടിയാണ്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പരിശോധിച്ചോളൂ. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ 1000കണക്കിന് അനുയായികളുണ്ട്. ഇവിടെ 1ാം നമ്പർ പ്രസ്ഥാനം ഈ പിണറായിയിൽ കോൺഗ്രസ് ആണ്. നിങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ നിങ്ങളത് കാണില്ല. നിങ്ങളുടെ ഭീഷണി, ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ജനാധിപത്യപരമായ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതുകൊണ്ടാണോ 8 പഞ്ചായത്തും CPM ഭരിച്ചിട്ടും നിങ്ങൾക്ക് കെ സുധാകരനെ തോൽപ്പിക്കാൻ സാധിക്കാതെ കേവലം 2000 വോട്ടിന് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഞാനിവിടെ മത്സരിച്ചപ്പോൾ എന്റെ ചിഹ്നം ബാറ്റ് ചിഹ്നമായിട്ടുകൂടി ഞാൻ 14,000 വോട്ടിനാണ് തോറ്റത്. ആ 14,000 വോട്ടുകളും കള്ള വോട്ടുകളായിരുന്നു, ഡബിൾ വോട്ടുകളായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നിങ്ങൾക്കിവിടെ പരാജയമായിരിക്കും സ്ഥിതി. ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങൾ ജനാധിപത്യപരമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ നിങ്ങളുടെ അക്രമം കണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മൂലക്കിരിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. കാരണം
ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത പാർട്ടിയാണ്. അന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തരുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നൽകിയത് ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ സർക്കാരുകളാണ്. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോട് പറയട്ടെ, ഇന്ന് ശ്രീ വി എ നാരായണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മാറോളി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ഇന്ന് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം നിങ്ങളുടെ ചിഹ്നമായി കൊണ്ടുപോകുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ആ രക്തസാക്ഷി കുടുംബത്തിലെ രാജീവ് ഗാന്ധിയുടെ പവർ കൊണ്ടാ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയ ഒരാളാണ് യെച്ചൂരി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അക്രമ രാഷ്ട്രീയം നിങ്ങൾ നിർത്തുക. നിങ്ങൾ ജനാധിപത്യപരമായി എല്ലാ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തിക്കാൻ അനുവദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ നിങ്ങൾ ഇവിടെ നിന്നും പാലായനം ചെയ്ത് ബംഗാളിൽ നിന്നും വന്നവർ ഇവിടെ ഹോട്ടലുകളിൽ ചപ്പാത്തി അടിക്കുന്നത് പോലെ, ഇവിടെ പൊറോട്ട അടിക്കുന്നത് പോലെ നിങ്ങൾക്കും ഈ ഗതികേട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ ഓഫീസ് കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ, അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ ഈ ഓഫീസ് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും KPCC മെമ്പർ കൂടിയായിട്ടുള്ള VP അബ്ദുൾ റഷീദിനെ. അധ്യക്ഷനേറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വനായ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർ, സമാദരണീയനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വി എ നാരായണൻ അവർ, ബഹുമാനായ സജീവേട്ടൻ, ദിവാകരേട്ടൻ ഉൾപ്പെടെ ബഹുമാനായ രാജീവേട്ടനും അമൃതേക്ഷയും ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റ് സവിതേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നാരായണൻ എന്നോട് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം സ്വാഭാവികമായും സാധാരണ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സന്തോഷവും ആഹ്ലാദവും മനസ്സിൽ കൊണ്ടുനടന്ന ഈ ദിവസത്തിനകത്ത് തയ്യാറായി നിന്നതാണ്. ഇന്ന് പുലർച്ചെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിജീഷ് ഇരവട്ടി എന്നെ വിളിക്കുന്നത്. രാവിലെ പുലർച്ചെ അതിരാവിലെ തുടർച്ചയായ ഫോൺ കോൾ കണ്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ഓഫീസ്, കനാൽക്കരയിലെ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നിന്ന ഓഫീസ് തകർക്കപ്പെട്ടുവെന്നും വാതിലിന്റെ അടുത്ത് ഇപ്പോഴും തീയും പുകയും ഉയരുന്നുണ്ട് എന്നും ഇവിടെ പോലീസ് ഉണ്ടെന്നൊക്കെ അറിയിച്ചെന്നെ വിളിച്ചത്. ഒരു വൈകാരികതയാണ്. സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് കോൺഗ്രസ് ഓഫീസുകൾ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ വീട് പോലെയാണ്, രണ്ടാമത്തെ ഒരു ഭവനമാണ്. വല്ലാത്തൊരു വൈകാരികതയാണ്. CPM ഓഫീസുകൾ അവരെ സംബന്ധിച്ച് അവർക്ക് കള്ളും കഞ്ചാവും സൂക്ഷിക്കാനുള്ള അവരുടെ നാട്ടിലെ പൊതുജന ശല്യത്തിന്റെ ഇടങ്ങളായി അവർക്ക് കാണാമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് ഞങ്ങളുടെ ഓഫീസ്. ആ ഓഫീസ് ഈ രീതിയിൽ, പ്രത്യേകിച്ച് ഉദ്ഘാടന ദിവസം, ഗൃഹപ്രവേശനം പോലെ ഞങ്ങളുടെ ഓഫീസിന്റെ ഒരു ഉദ്ഘാടന ദിവസം ഞങ്ങൾക്ക് ഈ വേദനയുള്ള കാഴ്ച കാണേണ്ടി വന്നത്, അത് ജീവിതത്തിൽ ഒരിക്കലും പിണറായിയിലെ പാർട്ടി പ്രവർത്തകർ മറക്കില്ല എന്ന് ആദ്യമായി ഇവിടെ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഓഫീസ് തകർത്ത്, ഇവിടെ ജനൽ ചില്ലകൾ തകർത്തു, വാതിൽപ്പടിയിൽ തീവച്ചു, ഇവിടുത്തെ CCTV അതടിച്ചു കൊണ്ടുപോയി, ഉള്ളിലുൾപ്പെടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ ഈ ഓഫീസ് എടുക്കാനുണ്ടായ കഷ്ടപ്പാട്. കാലങ്ങൾക്ക് മുമ്പേ ഇത്തരമൊരു സ്ഥലം വാങ്ങിവെച്ച് മനോഹരമായ രീതിയിൽ ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. CPM ഓഫീസ് എടുത്തതുപോലെ ഒരു ചാരായ കച്ചവടക്കാരന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. CPM ഓഫീസുകൾ പൊക്കുന്നത് പോലെ ഒരു ലോട്ടറി മാഫിയക്കാരന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. CPM ഓഫീസ് എടുക്കുന്നത് പോലെ ഒരു നാട്ടിലൊരു സാമൂഹ്യ വിരുദ്ധന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. മാന്യമായി ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞു പ്രിയപ്പെട്ട ബാലകൃഷ്ണനും
പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഓരോരുത്തരും അവരൊന്നും സമ്പന്നരല്ല, ഈ നാട്ടിലെ മുതലാളിമാരല്ല. അവരെല്ലാം അവരവരുടെ അംഗത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി നീക്കിവെച്ച തുകയിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനമെടുത്ത് അതിൽ 1 ലക്ഷം രൂപ എടുത്തവരുണ്ട്, 2 ലക്ഷം രൂപ എടുത്തവരുണ്ട്. ഈ ഓഫീസ് മനോഹരമായി ദിവസങ്ങളോളം പല ദിവസവും പണിക്കാരെ പോലും ഏൽപ്പിക്കാതെ ഇതിന്റെ പല പ്രവർത്തനങ്ങളും നേരിട്ട് പകലില്ലാതെ പണിയെടുത്ത് ഇങ്ങനെ ഒരു ഓഫീസ് മനോഹരമായി ഈ രീതിയിൽ ഇവിടെ കെട്ടിയുയർത്തി പ്രിയദർശിനി മന്ദിരം എന്ന പേരിൽ പ്രിയപ്പെട്ട CV കുഞ്ഞിക്കണ്ണൻ സ്മാരക റീഡിംഗ് റൂമും ഇവിടെ കെട്ടിപ്പൊക്കുമ്പോ ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഓഫീസ് എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു അഭയ കേന്ദ്രമാവണം, ഒരാശ്രയ കേന്ദ്രമാവണം, നാട്ടിലൊരു വായനശാലയാവണം. ഇവിടുത്തെ സാധാരണക്കാരന്, കർഷക തൊഴിലാളിക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ഇവിടെ കടന്നു വരുന്നവർക്ക് അവർക്ക് സ്വച്ഛന്തമായി ഇവിടെ കയറിയിരിക്കാൻ സാധിക്കണം. ഈ നാടിന്റെ ജനങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു അഭയ കേന്ദ്രമായി, ആശ്രയ കേന്ദ്രമായി ഈ ഓഫീസ് മാറണമെന്ന താല്പര്യത്തിന്റെ പുറത്താണ് വീട് പണി പോലും പൂർത്തിയാക്കാത്ത പ്രിയപ്പെട്ട പല കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ ഓഫീസിന്റെ പണി പൂർത്തിയാക്കാൻ അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ കാശ് മുടക്കി ഈ ഓഫീസ് കെട്ടിപ്പൊക്കിയത്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു CPM ഓഫീസുണ്ട്. നേരാമണ്ഡം ബിൽഡിംഗിന്റെ പെർമിറ്റ് പോലും പിണറായി പഞ്ചായത്തിൽ ആ ഓഫീസിനകത്തില്ല. അവിടെയും ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് പെർമിഷൻ ഇല്ല. പക്ഷേ ഈ ഓഫീസിന്റെ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടപ്പോ ഇതിനെ മുടക്കാൻ നിൽക്കുന്നവർ ഇവിടെ ഈ ഷീറ്റിനെ പോലും ഭയക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ CPM-കാരാ, നിന്റെ ചൊറിച്ചിലിന് വല്ല മുറിക്കലും കയറി കേറ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാനുള്ളത്. നിങ്ങൾ തകർക്കാൻ നോക്കി, നിങ്ങൾ ആളുകളെ പിന്തിരിപ്പിക്കാൻ നോക്കി. നേരത്തെ DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞില്ലേ, ചില്ല് വെക്കുമ്പോ നിങ്ങൾ നല്ല ചില്ല് വെക്കണ്ട, ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കി. നിന്റെ ഭയപ്പാടിന്റെ മുന്നിൽ ഈ ദിവസക്കാലം പൊളിഞ്ഞ ചില്ലോടുകൂടി ഞങ്ങൾ ഈ ഓഫീസ് ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി ഇത് നെഞ്ചു നിവർത്തി സംരക്ഷിക്കാനും ഈ പാലന്തയിലെ പിണറായിലെ പാർട്ടി പ്രവർത്തകർക്ക് ഈ നാട്ടിനകത്ത് സാധിക്കും. ഇരുട്ടിന്റെ കാലസന്ധതികൾ ഇവിടെ നിന്നിട്ടോ രാവിലെ ഒരു നാടകം, ഞങ്ങൾ ആരുമില്ലാത്ത നേരത്ത് DCC പ്രസിഡന്റൊക്കെ വന്നുപോയി, നേതാക്കന്മാരൊക്കെ വന്നുപോയ സമയത്ത് CPM-ന്റെ ഒരു സന്ദർശനം. എന്നിട്ട് പറയുന്നു ചില സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന്റെ പിന്നിലെന്ന്. ആ സാമൂഹ്യ വിരുദ്ധരെ ഞങ്ങൾ കാട്ടിത്തരാണോ? നിന്റെ വിജയന്റെ പോലീസിനോട്, പിണറായി CI-യോട് ഈ CCTV ദൃശ്യം ഒന്ന് ഞങ്ങൾക്ക് തരാൻ പറയാം. അത്ര ധൈര്യമുണ്ടെങ്കിൽ, ആ പൊളിച്ചവനെ തള്ളിപ്പറയാനുള്ള ആർജവത്വമുണ്ടെങ്കിൽ ആ CCTV ദൃശ്യത്തിനകത്ത് ഇത് പൊളിക്കാൻ വന്നവരെ കൃത്യമായ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഈ സമയം വരെ ഇവിടെ 24 മണിക്കൂർ അടുക്കുന്നതാണ്. ഈ സമയം വരെ ആ ദൃശ്യമൊന്ന് പുറത്തുവിടാനോ, ചോദിച്ച ഞങ്ങൾക്ക് CCTV പൈസ ഉപയോഗിച്ച് വെച്ച ഞങ്ങൾക്കൊന്ന് കൈമാറാനോ, അതിനകത്തെ ദൃശ്യങ്ങൾ എന്താണ് എന്നൊരു വിവരം പറയാനോ പരാതിക്കാരനായ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ സമയം വരെ പിണറായി പോലീസ് തയ്യാറായിട്ടില്ല. ആരെയാ സംരക്ഷിക്കുന്നത്? CPM-ന് പങ്കില്ലെങ്കിൽ, അത്ര തന്റെ നെഞ്ചു നിവർത്തി പറയാനുണ്ടെങ്കിൽ ഇത് പൊളിച്ചവന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ അവന്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള കളി ഇവിടുത്തെ കോൺഗ്രസ് ഞങ്ങൾ കാണിച്ചു തരാം. ധൈര്യമുണ്ടോ? CI ഇവിടെ ഉണ്ടല്ലോ, SI ഇവിടെ ഉണ്ടല്ലോ, ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടല്ലോ. നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൃശ്യത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ആത്മബന്ധം കാണിക്കാൻ പിണറായിയുടെ പോലീസ് തയ്യാറാകണം. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമെന്നൊന്നും കരുതണ്ട. DCC പ്രസിഡന്റ് പറഞ്ഞത് ഇത് ചെറിയ കാര്യമായ ഒരു സാധാരണ ഓഫീസ് തകർക്കലായി കാണാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടുത്തെ വിരലിലുണ്ടാവുന്ന പ്രവർത്തകർ, അവരുടെ കഷ്ടപ്പാട്, അതിന് പിന്തുണ കൊടുക്കുന്ന മണ്ഡലം പിണറായി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി, അവരുടെ ത്യാഗം, അവരുടെ പ്രയാസം, ആ പ്രയാസം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ വൈകാരികമായി അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഓഫീസിന്റെ മുഴുവൻ ചെലവും അത് സുധാകരനിലൂടെ KPCC വഹിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ അവസാനത്തെ താക്കീത് പറയുന്നു, അതിലെങ്ങാനും ഒരു തരി മണ്ണ് വീണാൽ ആ മണ്ണിടുന്നാൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രമേൽ വൈകാരികതയുണ്ട്, അത്രമേൽ പ്രയാസമുണ്ട്. ഞങ്ങളുടെ ഹൃദയ വികാരമാണ് ഞങ്ങളുടെ ഓഫീസ്. എന്താ വിചാരിച്ചത്? അവർക്ക് ഇവിടെ CPM-ന്റെ ചില ആളുകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് പല പിണറായിയുടെ പല കോൺഗ്രസ് ഓഫീസുകളും കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. P. ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോ ഈ ജില്ലയിലെ 100-ലധികം ഓഫീസുകൾ തകർത്തിട്ടുണ്ട്. DCC ഓഫീസ് പോലും തകർക്കാൻ മുന്നോട്ട് വന്നവരാണ്. നിങ്ങൾ എന്ത് നേടുന്നു? നേതാക്കന്മാർ മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ തകർക്കുന്നത്?
ഞാനിവിടെ വരുമ്പോ തൊട്ടടുത്ത ഓഫീസിൽ നിന്ന് കുറെ ക്രിമിനലുള്ളവർ അവരിങ്ങനെ നടക്കുന്നുണ്ട്. ഓഫീസിലൊക്കെ നെഞ്ചു നിവർത്തി ഞങ്ങളൊക്കെ വരുന്നത് വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോ താല്പര്യം ഉണ്ടാവും. കാരണം നിങ്ങളെ നേതാക്കന്മാരെ 1 മീറ്റർ ദൂരത്തിൽ പോലും കാണാൻ പറ്റാത്തവർ ഞങ്ങളൊക്കെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവും. ഫോട്ടോ എടുക്കേണ്ടവനൊക്കെ എടുത്തിട്ട് തന്നെ പോവുക. DCC പ്രസിഡന്റൊക്കെ വരുമ്പോ ദൂരം നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ കരുതുന്നത്? നിങ്ങൾ ഫോണൊന്ന് ഉയർത്തിപ്പിടിച്ച ഞങ്ങളിന്ന് പേടിച്ചു പോകുമെന്ന് ഈ കരാർക്കരയിലെ CPM-കാരൻ കരുതിയോ? നിങ്ങൾ ഏത് ലോകത്താണ്? ഓഫീസ് ഒന്ന് തകർത്തു എന്ന് കേട്ടപ്പോ ഈ ജില്ലയിലെ ഒരു നിര കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനിയൊരടി നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഈ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് തിരിച്ചു പറയാൻ കാരണം അത് തന്നെയാണ്. ഈ ഓഫീസ് സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ട് ഇനി അത്തരം പ്രവണതകൾക്ക് മുതിരണ്ട. ഇത് പൊളിച്ചവർക്ക് സ്വാഭാവികമായും അത് തിരിച്ചടി ഉണ്ടാവും. പണ്ട് മര്യാദം മൊയ്തീനെ കൊന്നവൻ, കട്ടൻ രാജു എന്ന് പറഞ്ഞവൻ പിന്നീട് തെരുവിൽ ശ്വാസം കിട്ടാതെയാണ് പെട്ടെന്ന് മരിച്ചതെന്ന് ചരിത്രം അറിയുന്ന ആളുകളൊന്ന് അവിടെ ചോദിച്ചു നോക്കണം. കണ്ണൂരിനകത്ത് കൊല്ലപ്പെട്ട CPM-ന്റെ രക്തസാക്ഷികൾ, ക്രിമിനലുകൾ, അവർക്ക് എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ രീതിയിൽ അവർ കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. നിങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ എന്തിനു വന്നു കോൺഗ്രസ് എന്ന് ചോദിച്ച് നിഖിൽ പൈലുമാരെ കുറിച്ച് പ്രസംഗിക്കുമ്പോ അത്തരം ആളുകൾ സൃഷ്ടിക്കുന്നത് ഇതുപോലത്തെ തെരുവ് തെമ്മാടികളാണ്. ആ തെരുവ് തെമ്മാടികളെ നിയന്ത്രിക്കാൻ പിണറായിയുടെ CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത്തരം അക്രമ സംഭവങ്ങൾ ഈ നാട്ടിനകത്തുണ്ടായാൽ ഞങ്ങളെ കുറ്റം പറയണ്ട എന്ന് താക്കീതിന്റെ എല്ലാ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ CPM-നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെയുണ്ടോ? ആരെ കണ്ടിട്ടാണ്? നേരത്തെ പറഞ്ഞു, കുറുവ സംഘത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ പിണറായിക്കാരൻ വിജയനെ കണ്ടിട്ടാണോ നിങ്ങൾ ഈ ഓഫീസിൽ തീടാൻ വന്നത്? നിങ്ങൾ ഓഫീസിന്റെ ജനൽ പൊളിക്കാൻ വന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ചെങ്കൊടി ഏറ്റിപ്പിടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെകുവേരയുടെ ചിത്രം വരയ്ക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഈ വരുന്ന വഴിക്ക് നിങ്ങൾ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കാരം നടത്തിയത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ പാർട്ടിയുടെ പതാക ഏറ്റിപ്പിടിക്കുന്നത്? വിജയന് വേണ്ടിയിട്ടോ? മുണ്ടയിൽ കോരന്റെ മകൻ വിജയൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് അല്ലടോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളത്തലവനാണ്. ചെമ്പിനകത്ത് സ്വർണം കടത്തുന്ന പെരുങ്കള്ളനാണ്. 374 കോടി രൂപ മലബാറിലെ ചാരുതുപ്പന്റെ ക്യാൻസർ രോഗിയുടെ പേരിൽ വെട്ടുപിടിഞ്ഞ കാട്ടുകള്ളനാണ്. സ്വന്തം മകൻ ഈ നാട്ടിനകത്ത് എന്ത് മോഷണം കൊള്ള നടന്നാലും ഗവൺമെന്റിന്റെ പൊതുഖജനാവ് അത് കൊള്ളയടിക്കുന്ന സംഭവം ഉണ്ടായാലും അതിനകത്ത് പിണറായി വിജയന്റെ മകൾ പ്രതിയാണ്. ഇവിടെ ക്യാമറ ഇടപാടിനകത്ത് കോടികൾ അഴിമതി നടന്നപ്പോ പിണറായി വിജയന്റെ മകൻ വിവേകരൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഇവിടെ ഡാറ്റ തട്ടിപ്പ് സ്പ്രിംഗ്ലർ ഇടപാട് നടന്നപ്പോ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഈ നാട്ടിനകത്ത് കരിമണൽ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അത് അക്കൗണ്ടിലെ കൊടികളുടെ കേസ് അന്വേഷിച്ചപ്പോ ഈ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഇങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് ഈ നാട് തീറെഴുതി കൊള്ളയടിക്കുന്ന കാട്ടുകള്ളൻ ഈ വിജയന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പാനുണ്ടയിലും നെരുവട്ടയിലും വെണ്ടിട്ടായാലും നിങ്ങൾ ഈ കൊടി ഉയർത്തി പിടിക്കുന്നത്? ആ വിജയനിൽ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? കമ്മ്യൂണിസ്റ്റ് ലാഞ്ചന പോലും ആ മനുഷ്യനിലില്ല. ഒരു നവകേരള സദസ്സ് നടത്തി ആർക്ക് വേണ്ടി? എന്നിട്ടോ ഒരു പരിപാടിയാണ്. വിജയൻ ഏത് തൊഴിലാളി വർഗത്തെയാണ് ഈ നാടിനകത്ത് പ്രതിനിധീകരിക്കുന്നത്? ഇവിടെ എല്ലായിടത്തും പിണറായിലും പരിപാടി നടത്തി. പരിപാടി നടത്തപ്പോ ആദ്യം കണ്ടത് പൗരപ്രമുഖരെയാണ്. പൗരപ്രമുഖരെ ആദ്യം കണ്ടു. എന്നിട്ട് സാധാരണക്കാരെ സ്റ്റേജിൽ കണ്ട നാണം കെട്ട പരിപാടി നടത്തുമ്പോ പിണറായി വിജയൻ ഈ നാടിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ആ പിണറായി വിജയനാണോ? പിണറായി വിജയന് വേണ്ടിയിട്ടായി നിങ്ങൾ കൊടിയിരുന്നത്? ഇവിടുത്തെ ഇന്നോവ മാറ്റി കറുത്ത ഇന്നോവ മാറ്റി ഇന്നോവ ക്രിസ്റ്റ മാറ്റി കിയോ കാർണിവൽ മാറ്റി 75 ലക്ഷം രൂപ കൊടുത്ത് വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തു വെച്ചിട്ടും 1 കോടി രൂപയുടെ ബസ് യാത്രയ്ക്ക് വാങ്ങി ഈ നാട് കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ എന്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്, ആവേശമാണ് വെങ്കിട്ടായിലെ ചെറുപ്പക്കാർ കാണുന്നത്? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. E.K. നയനാർ പറയുന്നു. നിങ്ങൾ E.K. നയനാരുടെ ശാരദ ടീച്ചറുടെ പ്രസംഗം ഈ നാട് കേട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, 2 ചെറുപ്പക്കാർ ഒന്ന് കരിങ്കൊടി ഉയർത്തിയപ്പോ ആ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ച് രക്തം മാർന്ന് മരണത്തെ മുഖാമുഖം കിടന്ന് തലശ്ശേരി ആശുപത്രി കിടന്നപ്പോ ആ പ്രതിഷേധത്തെ കുറിച്ച് ചോദിച്ചപ്പോ വിജയം പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നാണ്. ജീവൻ രക്ഷാപ്രവർത്തനം. ഇയാൾക്കൊല്ലേ 2 മക്കള്, വിവേകും വീണയും. ഒരു മനുഷ്യൻ, അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണോ കേരളത്തിനകത്ത് പിണറായി വിജയൻ പറഞ്ഞത്?
ആ പിണറായി വിജയനിൽ ആവേശം കൊണ്ടിട്ടാണോ നിങ്ങൾ ഈ നാട്ടിനകത്ത് കൊടിയുയർത്തുന്നതും കോൺഗ്രസ് ഓഫീസ് പൊളിക്കാൻ നിൽക്കുന്നതും? വേറെ ആരാടോ? എം വി ഗോവിന്ദനോ? എം വി ഗോവിന്ദന്റെ മകൻ ശാന്തിത്ത്. ആ ശാന്തിത്തിന് ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാത്തതിന്റെ പേരില പാർദാസ് കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ച് താന്തൂർ സാധനെ ഒരു മുഴം കയറിനകത്ത് കാൽമുളത്തിലേക്ക് തള്ളിവിട്ടത് ഈ പറയുന്ന ഗോവിന്ദ മാഷിന്റെ മകൻ ശാന്തിത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഭാര്യ ശ്യാമളയെ വെച്ചിട്ട് ആ കെട്ടിടത്തിന് അനുമതി നിഷേധിച്ചിട്ട് കൊന്നതാണ് താന്തൂരിലെ സാധനയെന്ന് ആർക്കാണ് അറിയാത്തത്? അധികാരത്തിന്റെ ദുരമൂത്ത എം വി ഗോവിന്ദൻ. ഭാര്യ 10 വർഷം മുനിസിപ്പൽ ചെയർപേഴ്സണാണ് ശ്യാമള. തളിപ്പറമ്പിന്റെ ആന്തൂരിന്റെ 10 വർഷം MLA ആയിരുന്നു എം വി ഗോവിന്ദൻ. അധികാരത്തിന്റെ കൊതിമാരാതെ ഈ ഭാര്യയും ഭർത്താവും 20 വർഷം തളിപ്പറമ്പിന്റെ രാഷ്ട്രീയ അധികാരം മുഴുവൻ കയ്യിൽ വെച്ചവർ. ഞാൻ അവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിക്കാൻ പോകുമ്പോ വീണ്ടും വന്നു എം വി ഗോവിന്ദൻ. എന്താ പറഞ്ഞത്? ഇവിടെ മണ്ഡലത്തിന് ഒരു മന്ത്രി വേണം. എന്നിട്ട് പാതി വഴിയിൽ ഇറങ്ങിപ്പോയ എം വി ഗോവിന്ദൻ അധികാരത്തിന്റെ ദുരമൂത്തൊരു രാഷ്ട്രീയക്കാരനാണ് എന്നതിൽ ആർക്കാണ് സംശയം? ജി സുധാകരനെ മാറ്റി, തോമസ് ഐസക്കിനെ മാറ്റി, സൈലജനെ ഒതുക്കി. എന്നിട്ടും 15ാമത്തെ വർഷം എം വി ഗോവിന്ദൻ ഇപ്പോഴും MLA ആയി നാട്ടിനകത്ത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ നാട് മുഴുവൻ നടന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഇപ്പോ ആ ADM പാവമായ ഇടതുപക്ഷ രാഷ്ട്രീയം നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മനുഷ്യനെ ഒരു മുഴം കയറിനകത്ത് കെട്ടിത്തൂക്കി കൊന്നിട്ട് ആ ഭാര്യ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോ ആരാണോ നവീൻ ബാബു? SFI-കാരൻ, DYFI-കാരൻ, NGO യൂണിയൻകാരൻ, KGO-കാരൻ, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവൻ. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവന്റെ ഭാര്യ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ADM-ന്റെ ഭാര്യ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തപ്പോ എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകരെ വെച്ചിട്ട് ആ കമ്മ്യൂണിസ്റ്റുകാരന് നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ, ഈ പാർട്ടി അവർ പറയുന്നത് CBI അന്വേഷണം വേണ്ട എന്ന്. എന്ത് കമ്മ്യൂണിസമാണോ? ചെങ്കട ഉയർത്തിപ്പിടിച്ച ചന്ദ്രശേഖരനെ കൊന്ന് കൊല വിളിച്ചവർ. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണോ? അതുകൊണ്ട് ഇന്ന് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റല്ല, ഈ ഓഫീസ് തകർക്കാൻ വരുന്നവരെ സംരക്ഷിക്കുന്ന ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാറും പിടിച്ചായി കേരളത്തിനകത്ത് CPM മതപ്പതിക്കുന്ന കാഴ്ചയാണ്. ശവത്തിൽ നിന്ന് പേരിറങ്ങുന്നത് പോലെ ആ പാർട്ടിയിൽ നിന്ന് ആളിറങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ നിന്ന് കമ്മ്യൂണിസം തെളിച്ചു മാറ്റപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ബംഗാളിലില്ലാത്ത പാർട്ടി, ത്രിപുരയിലില്ലാത്ത പാർട്ടി, 543 അംഗ പാർലമെന്റ് സീറ്റിൽ ആലത്തൂരിൽ ഒരൊറ്റ പാർലമെന്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെ ജനങ്ങൾ അറപ്പോടെ വെറുപ്പോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആയിരത്തി കുറ്റേരി ഗോപാലന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് 543 രാഷ്ട്രീയം പറഞ്ഞ് ഒരു സീറ്റ് മാത്രം ജയിച്ച ഒരു പാർട്ടി. ആ പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്. ഒരു തർക്കമില്ല. പിണറായി പാറപ്പുറത്ത് ബീജാഭവൻ നൽകിയ പാർട്ടി. അതേ പിണറായി പാറപ്പുറത്ത് മുണ്ടയിൽ കോരന്റെ മകനാൽ വിജയനാൽ അവസാനിക്കും ഇത്തരം പ്രവണതകൾ കൊണ്ട് എന്ന കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് അവസാനിപ്പിക്കണം CPM-കാരോട്. അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട പണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അറിയാം. ഇനി പോലീസിനോടാണ്. പിണറായി പോലീസിനോട് ഈ കേസിനകത്ത് പ്രതിയെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CCTV വിഷ്വലിൽ കൃത്യമായും അവരുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്, അവരുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇവിടെ ആരാണ് പ്രതിയെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ വെച്ചിട്ട് ഈ സമയം വരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ഇവിടുത്തെ സ്ഥലം MLA-യുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിനാണോ എന്ന് തുറന്നു പറയേണ്ട ബാധ്യത പിണറായി CI-ക്കും തലശ്ശേരി DYSP-ക്കും ഉണ്ട്. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം അവർ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് വരും, പിണറായി SI-യുടെ അടുത്തേക്ക് വരും, CI-യുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെ വേണമെന്ന് ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വത്തിന് നല്ല രീതിയിൽ നടത്താൻ അറിയുന്ന ഒരു നേതൃത്വം പിണറായിലും ധർമ്മടത്തുമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കരുത് എന്ന് പിണറായിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ താക്കീത് ചെയ്തുകൊണ്ട് ഈ കേസിനകത്ത് മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ. കണ്ണൂരിലൊക്കെ കോർപ്പറേഷനിൽ പേപ്പട്ടി ശല്യമാണ്. രാത്രി കാലത്ത് വരും. ആ പേപ്പട്ടികളെ പിടിച്ചാലും അവർക്ക് ബീജാഭവൻ നൽകിയ അതിന് മേലെയുള്ള പേപ്പട്ടികളെ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇത്തരം പ്രവർത്തനം നടത്തുന്നവൻ സ്വന്തം അച്ഛന്റെ പേര് ചോദിച്ചാൽ ഒരു പേര് ഉറച്ചു പറയാൻ സാധിക്കാത്ത ചില തെരുവ് പട്ടികൾ ഈ പിണറായി പാലണ്ടയിലും പരിസരത്ത് പ്രദേശത്തുമുണ്ട്. അതുകൊണ്ട് അത്തരം പേപ്പട്ടികളെ, ജനങ്ങൾക്ക് ശല്യമാകുന്ന, പൊതുജനത്തിന് ശല്യമാകുന്ന ഇത്തരം പേപ്പട്ടികളെ, തെരുവ് പട്ടികളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന, ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് അത്തരക്കാർക്ക്
MDMA കൊടുത്ത് ലഹരി കൊടുത്ത് ഇത്തരം കമ്മാടിത്തരങ്ങൾക്ക് വിടുന്ന CPM-ന്റെ നേതാക്കന്മാർ അവർ ഓർക്കണം. അവരെ താക്കീത് ചെയ്തുകൊണ്ട് നേതാക്കന്മാർ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് വാക്കുകൾ ചോദിച്ചതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ഈ ഓഫീസ് ഇവിടെ നിർമ്മിച്ചു. ഇന്ന് ആർജവത്വത്തോടുകൂടി രാവിലെ കരഞ്ഞുകൊണ്ട് നേതാക്കന്മാരെ വിളിച്ചവർ ഇന്ന് നേതാക്കന്മാർ ആത്മധൈര്യം കൊടുത്തപ്പോ ഇന്ന് തന്നെ ഓഫീസ് പൊളിച്ചവന്റെ നെഞ്ചകത്ത് തീ കാരിയിട്ടുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പരിശ്രമിച്ച മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഈ നാട്ടിലെ സഹപ്രവർത്തകർക്കും KPCC-യുടെ പേരിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ 1000 സ്നേഹാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മുടെ പഴയകാല കോൺഗ്രസ് നേതാക്കളെ ആദരിക്കൽ ചടങ്ങും അതുപോലെ തന്നെ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കലുമാണ്. അതിനുവേണ്ടി പേര് വായിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുജിത് കരയി. പഴയകാല രാജീവൻ ഇളയാവൂര് അവര് ആദരിക്കുന്നു. പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ ശ്രീ പൂവാടൻ ബാലൻ ഈ ക്ലബിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച ശ്രീ പൂവാടൻ ബാലൻ ആദരത്തിനായി ക്ഷണിക്കുന്നു. അടുത്തതായി മനപ്പിലായി നാരായണൻ